ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ആര് മുഖ്യമന്ത്രിയാവും? ഇതിൻ്റെ തമ്മിത്തല്ലാണ് ഇപ്പോൾ കോൺഗ്രസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ BJP ഈ നിലക്ക് വളരാൻ ഏറ്റവും വലിയ കാരണം ഈ കോൺഗ്രസ്സാണ്. കാരണം കോൺഗ്രസ്സിൽ നിന്ന് പോയ ആളുകളാണ് കൂടുതലും ഇന്ന് കേന്ദ്രത്തിൽ BJPൻ്റെ MLA-മാരായിട്ടും മന്ത്രിമാരായിട്ടും ഇരിക്കുന്നത്. അല്ലാതെ കേന്ദ്രത്തിൽ എത്ര സീറ്റാണ് BJPക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് ആദ്യം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇതേ തമ്മിത്തല്ല്, ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തല്ലും പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ന് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഈ അവസ്ഥയ്ക്ക് എത്തിയിട്ടുള്ളത്. ഇതേ അവസ്ഥയാണ് ഇനി നാളെ കേരളത്തിൽ വരാൻ പോകുന്നത്. ഈ കോൺഗ്രസ് നിന്നും ഈ മാർക്സിസ്റ്റ് നിന്നും പോകുന്ന ആളുകൾ കേരളത്തിൽ BJPനെ വളർത്തും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. കാരണം ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് തല്ലുണ്ടാക്കുകയാണ്, എല്ലാവരും കാണുന്നില്ലേ. ഇപ്പോൾ ഇതിന് മുമ്പ് എന്തേന് കേന്ദ്രത്തിൽ MP ഇതിലിരിക്കുന്ന ആളുകൾക്ക് കേരളത്തിൽ മത്സരിക്കണം, അതിനുവേണ്ടി കുറേ പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പം അത് പറ്റില്ല, അതിന് സാധിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഇനിയുള്ളൊരു പ്രശ്നമാണ്, ഇനി അവർ തീരുമാനിക്കുന്ന ആളുകൾ കേരളത്തിൽ മുഖ്യമന്ത്രി ആവണം. എത്ര കൊല്ലമായി ചങ്ങായിമാരങ്ങളൊക്കെ ഈ MLA മന്ത്രിയായിട്ട് നടക്കണം. ഇനിയെങ്കിലൊക്കെ ഒന്ന് മാറി കൊടുത്തിട്ട് പുതിയ ആളുകൾ വരട്ടെ. ഇത് എല്ലാ കാലവും ഇതിലിങ്ങനെ കൈയിട്ട് വാരുക, സ്ഥാനമാനങ്ങൾ നോക്കി നടക്കുക. നിങ്ങൾ സ്വയം നിങ്ങളുടെ വില കളയാണ് അല്ലേ. നിങ്ങൾക്കൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു നിലയും വിലയുണ്ട്, അത് നിങ്ങളായിട്ട് കളഞ്ഞു മുടിക്കരുത്. ഇപ്പം എന്താ നടക്കണത്? കോൺഗ്രസ്സിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള തല്ലാണ്. ഓരോ പാർട്ടിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം ഇന്ന ആളുകൾ. ഇന്ന് TV തുറന്നാലും സോഷ്യൽ മീഡിയയിൽ എല്ലേ പണ്ടാറും നോക്കിയാലും അതിലൊക്കെ നിങ്ങളെ ഈ പ്രശ്നങ്ങളാണ്. നിങ്ങൾ തോറ്റാൽ എന്താ ചെയ്യുക? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും സീറ്റ് കിട്ടിയില്ല, എന്താ നിങ്ങൾ കണ്ടുകണ്? ഇത്ര ഒരു വഷളത്തരം പിടിച്ചൊരു പരിപാടി വേറെ ഉണ്ടാ ചങ്ങായിമാരെ? നാണുണ്ട് നിങ്ങൾക്ക് ഈ ഇങ്ങനെ തമ്മിൽ നടക്കാൻ? തമ്മിൽ കാര്യം വാരി കേന്ദ്രങ്ങൾ ഈ കോലത്തിലാക്കി. ഇനി ആകെയുള്ളത് ഈ കേരളത്തിലുള്ള ഈ മലയാളിയുടെ ഇതിലാണ്. ഇതിനും കൂടി മാർക്സിസ്റ്റിൻ്റെ ഭരണത്തിന് മടുത്തിട്ട് ചിലപ്പോൾ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനിയെങ്ങാനും ജയിച്ചു വന്നു കഴിഞ്ഞാൽ, സീറ്റെങ്ങാനും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ എന്നപ്പോൾ ഇതിന് മുഖ്യമന്ത്രി സ്ഥാനത്തിൻ്റെ ഈ തമ്മിൽ നടക്കൂല. എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം ഇപ്പം നിങ്ങൾ ഈ മന്ത്രിസഭ മുന്നോട്ട് കൊണ്ടുപോകാം ഞാൻ അഥവാ ജയിച്ചാൽ? പക്ഷെ ജനങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് വോട്ട് തരേണ്ടിയിരുന്നതെന്നുള്ളത്. നിങ്ങളെ കാട്ടിക്കുള്ളൊക്കെ കാണുമ്പോൾ എന്നോട് നിങ്ങളൊക്കെ നേരാവുക? സത്യം പറയാണ്, മാർക്സിനുള്ള ഭരണത്തിൽ ചിലപ്പോൾ ജനങ്ങൾക്ക് മാറ്റി ചിന്തിച്ചിട്ടുണ്ടാവും ഒന്ന് മാറ്റാൻ. കാരണം അവരുടെ ഈ വില കയറ്റവും സാധാരണ ജനങ്ങൾക്കുള്ള പ്രശ്നങ്ങളും എല്ലാം കൊണ്ടും അവരുടെ ഈ ഒരു പഴയ മാർക്സിസ്റ്റിൻ്റെ അല്ലെങ്കിൽ LDFൻ്റെ ഒരു ഇതൊന്നും അല്ലായിരിക്കില്ല, ഒക്കെ മാറ്റങ്ങൾ വന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് സാധാരണ ജനങ്ങൾ ഒന്ന് മാറി ചിന്തിക്കും, ഒരു ഭരണമാറ്റം. പക്ഷെ ആ ആളുകൾ ഇപ്പം ഇത് കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചളി എടുത്ത് എറിയാണ് ഇപ്പോൾ. പോര്. അപ്പം കേരളത്തിൽ പ്രതിപക്ഷമായിട്ട് ഇപ്പം നിന്നിരുന്നത് VD സതീശൻ്റെ ഇതിലല്ലേ? ഈ 5 വർഷം മൂപ്പരല്ലേ പ്രതിപക്ഷ നേതാവായിട്ട് വഹിച്ചിട്ടുള്ളത്. മൂപ്പര് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മൂപ്പരൊന്ന് ഭരിച്ചോട്ടെ, എന്താ അവസ്ഥ എന്നുള്ളത്. അല്ലാതെ ഇപ്പോൾ ഒരു ഫ്രെയിമിൽ ഇല്ലാത്ത ആളുകളൊക്കെ കൊടുന്ന് കെട്ടിയിറക്കുക, അതല്ലെങ്കിൽ ഓരോ ടീമിൻ്റെ ഈ ഗ്രൂപ്പ് പോരാണ്. എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം? കോൺഗ്രസ് നിന്ന് മാർക്സിസ്റ്റ് പോവുക, മാർക്സിസ്റ്റ് നിന്ന് ലീഗിക്ക് വരിക, അല്ലെങ്കിൽ ലീഗിൽ നിന്ന് മാർക്സിസ്റ്റ് പോവുക, BJP നിന്ന് കോൺഗ്രസ്ക്ക് വരിക, BJP നിന്ന് ലീഗിക്ക് വരിക. അതുവരെ പോസ്റ്റ് ഒട്ടിച്ചോനും വെയിൽ കൊണ്ടോനും മഴ കൊണ്ടോനൊക്കെ പുറത്ത്. ഈ ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന ആൾക്കാരെ ആ ഒരു സമയത്ത് സ്ഥാനമാനങ്ങൾ കൊടുത്തെങ്ങാണ്ട് മത്സരിപ്പിക്കുക, MLA ആക്കുക, മന്ത്രിയാക്കുക. എന്ത് രാഷ്ട്രീയമാണോ നിങ്ങൾക്കൊക്കെ ഉള്ളത്? അത് ഒരു പാർട്ടിക്കാരായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എല്ലാ പാർട്ടിയിലുണ്ട് ഈ അതിന്ന് ഇതിക്ക് വരിക, അതിന്ന് അതിക്ക് പോവുക. ഇങ്ങനെയൊക്കെ വരുന്നവർക്ക് എന്ത് രാഷ്ട്രീയമാണോ? സത്യം ചോദിക്കണ്, അറിയാണ്ട് ചോദിക്കണം, നിങ്ങൾക്കൊക്കെ എന്ത് രാഷ്ട്രീയമാണ്? നിങ്ങളൊക്കെ ശരിക്കും ഉണ്ടല്ലോ, സത്യം പറയാമല്ലോ, ഈ ഒരു 80 അതായത് തന്തവൈബ് എന്നറിയില്ല, ആ ആളുകളെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളുണ്ട് ഈ 2K, സത്യം പറഞ്ഞ് നിങ്ങളെ പച്ചക്ക് തെറി വിളിക്കും, അല്ലെങ്കിൽ നിങ്ങളെ കാണു കൊടുത്തിട്ട് കല്ലെറി. അങ്ങനത്തെ ഒരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ കാലുവാരിക്കളി ഉണ്ടല്ലോ, ഈ പാർട്ടിയിൽ നിന്ന് ആ പാർട്ടിക്ക് പോകുക, ആ പാർട്ടിയിൽ നിന്ന് ഈ പാർട്ടിക്ക് വരിക. ചങ്ങന്മാരെ ഒരു കോൺഗ്രസ്സിന് വരികയാണെങ്കിൽ ആ കോൺഗ്രസ്സിൽ വെയിലും മഴയും ഒക്കെ കൊണ്ട് നിങ്ങളെ ഈ അണികൾക്ക് വേണ്ടിയിട്ട്, അതായത് ഈ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിച്ചു നടക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അവരൊക്കെ അങ്ങോട്ട് ചവിട്ടി നിരത്തിയിട്ട് ചിലപ്പോൾ LDF എന്ന് വന്നൊരു സ്ഥാനാർത്ഥിക്കാർ ആ ഒരു മണ്ഡലത്തിൽ സീറ്റാണ് കൊടുക്കും.
ഇവിടെ സ്വന്തം നിലപാടിൽ നിന്നിട്ട് സ്വന്തം പാർട്ടിയിലുള്ള ആളുകളെ വളർത്തിക്കൊണ്ടിരിക്കും. അല്ലാതെ അപ്പുറം ഇപ്പുറത്ത് നിന്ന് വരുന്നവരൊന്നും വളർത്തിക്കൊണ്ടിരില്ല നിങ്ങൾ. അതൊക്കെ പോയിക്കോട്ടെ. ഓലൊക്കെ അധികാരമോഹമാണ്, അധികാരമോഹം. 30-40 കൊല്ലം MLA ആയി മന്ത്രിയായിട്ട് ഇരുന്നിട്ട് പോരാഞ്ഞിട്ട് മരിച്ച് അല്ലെങ്കിൽ ചത്ത് കുയ്യിക്ക് പോവോളം ഈ സ്ഥാനത്തിന് ഇരിക്കാനുള്ള ആർത്തി ഒരു പാർട്ടിന്നുള്ളട്ടെ, എല്ലാവരും കൂടിയാണ് പറയുന്നത്. അതാത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട്, ഓലയാണ് വളർത്തിക്കൊണ്ടിരേണ്ടത്, ഓലയാണ് മുന്നിൽ നിർത്തേണ്ടത്, ഓലാണ് നേതാവാവേണ്ടത്, ഓലാണ് MLA ആവേണ്ടത്, ഓലാണ് മന്ത്രി ആവേണ്ടത്. അല്ലാതെ ഈ പാർട്ടിയിൽ നിന്നും ആ പാർട്ടിയിൽ നിന്നും ഇവിടുന്നൊക്കെ വന്നാലും പിടിച്ചാൽ നിങ്ങൾ നേതാക്കന്മാരാക്കല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്തതുകൊണ്ടല്ല, ഞമ്മക്കൊരു നാണക്കേടുള്ളതുകൊണ്ട് പറയാതിരിക്കുകയാണ്. അതിനൊക്കെ വാക്ക് വേറെയാണ്. എന്ത് പറഞ്ഞിട്ട് എന്താ ആൾക്കാർ പറഞ്ഞായിരുന്നു. നോക്കി നിങ്ങൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കി, എത്ര ആൾക്കാരെ പറഞ്ഞാരോ ഇവരൊന്നും നേരാവൂലെന്ന്. അതെന്നെ പറയാനുള്ളത്, നിങ്ങളൊന്നും നേരാവൂലടോ. നിങ്ങളൊക്കെ ഇങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ചിട്ടും വെട്ടിച്ചിട്ടും ജീവിച്ച് ശീലമായി നിങ്ങൾക്ക്. അതുകൊണ്ട് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ജനങ്ങൾ സത്യം പറയാമല്ലോ വോട്ട് ചെയ്ത് കുടുങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ വേണ്ടിയെന്നാന്ന് തോന്നും. നിങ്ങളെ ഈ തമ്മിത്തല്ലാണ് മറ്റൊരു പാർട്ടിയെ വളർത്തിക്കൊണ്ടിരുന്നത്. കേന്ദ്രം ഇന്ന് ഈ കോലത്തിൽ BJP ഇത്രയും സീറ്റിൽ വളരാനുള്ള കാരണം BJP അല്ല, ഈ തമ്മിത്തല്ല്, ഈ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടുള്ള പാരണ്ടല്ലോ, പോര് എന്തതിന് പറയാം, കുതികാൽ വെട്ടോ, അവനെ ചവിട്ടിപ്പനെ തീർത്തുന്നൊക്കെ അങ്ങനത്തെ പരിപാടിയാണിത്. എവിടെ പോയി അവസാനിക്കും ഇതൊക്കെയാണാവോ. നാണുണ്ടോ? നാണം ഉണ്ടാവില്ല. എന്തായാലും 4-ാം തീയതി പറഞ്ഞ വോട്ട് എണ്ണീട്ടെങ്ങാനും ജയിച്ചിട്ടില്ല എന്നുണ്ടല്ലോ, ഇത്രയും സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ചർച്ചയൊക്കെ എന്താവും അല്ലേ? വളരെ മോശമാണ്. ജനങ്ങൾ വോട്ട് തന്ന് വോട്ട് ചെയ്ത് ഇത്രയും കാത്തിരുന്ന് ആ 4-ാം തീയതി വരെ ഒന്ന് വെയിറ്റ് ചെയ്തെങ്ങാണ്ട് ആ ഒരു കൂടി ആലോചിച്ചിട്ട് ഒരു ഹൈക്കമാൻഡ് ഉണ്ട്, ആ ഹൈക്കമാൻഡ് തീരുമാനത്തിൽ ആരാണോ എല്ലാവരും കൂടി ഉള്ളൊരു തീരുമാനത്തിൽ നല്ലൊരു ഭരണമാണോ, ഒരു ഭരണപക്ഷം വേണം, ഒരു പ്രതിപക്ഷം വേണം. എന്നിട്ട് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണ നിലയിലുള്ള എല്ലാവർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഭരണത്തേക്ക് വരുങ്ങൾ. അല്ലാതെ നിങ്ങളിതിങ്ങനെ സീറ്റിന് വേണ്ടിയിട്ട് തല്ലി ആരങ്ങോട്ട് ഇങ്ങോട്ട് മതി. എന്താണ് ഇങ്ങനെയൊക്കെ ആയാലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ട് പ്രതികരിച്ചാട്ടോ. അല്ലാതെ നിങ്ങൾക്ക് ഒരു താല്പര്യമില്ല ഈ രാഷ്ട്രീയത്തിനോടൊന്നും. കാരണം നമുക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അധ്വാനിച്ച് പണിയെടുത്ത് ജീവിക്കണം. അല്ലാതെ ഇപ്പോൾ ആര് MLA ആയി ആര് മന്ത്രി ആയാലും ഒരു കാര്യമില്ല. എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ അധ്വാനിക്കണ്ടേ? ഓരോ സംഗതികൾക്കും ചാർജ് കൂട്ടി സാധാരണ ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. നിത്യോപയോഗ സാധനങ്ങൾക്ക് റേറ്റാണ് ഇന്ന്. അതിനനുസരിച്ച് വികസനം എന്ന് പറഞ്ഞാൽ അത് പോട്ടെ, നാടിൻ്റെ ഒരു വികസനം ഉണ്ടോ? ഓരോ 5 കൊല്ലത്തിൽ നിങ്ങൾ നോക്കി എത്ര ടൂർ നിങ്ങൾ നടത്തുന്നുണ്ട്, എത്ര ടൂർ നടത്തുന്നുണ്ട്. അതിലേതെങ്കിലും ഒരു ടൂറ് പോയി വരുമ്പോൾ അവിടുത്തെ എന്തെങ്കിലും ഒന്ന് കോപ്പി അടിച്ച് കൊടുത്തിട്ട് അത് കേരളത്തിൽ നടപ്പിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? ഇത് റോഡ് മുഴുവൻ കേട്. ഒരു ഗവൺമെൻറ് തലത്തിലുള്ളൊരു ട്രാൻസ്പോർട്ടാണെങ്കിലും അത് തുടക്കത്തിൽ ഉസാറായി കാരണം പിന്നെ അത് കേടൊന്നും അവിടെ വൈക്ക കിടക്കുകയാണ്. അങ്ങനെ ഓരോ സാധനം ഗവൺമെൻറ്, എല്ലാ രാജ്യത്തും ഗവൺമെൻറ്റാണ് മുന്നിലുണ്ടാവുക. നമ്മൾ ഇന്ത്യയിൽ എല്ലാം പിന്നിലാണ്. കാരണം എന്താ, കൈക്കൂലി വാങ്ങിയിട്ട് പ്രൈവറ്റുകൾക്ക് മുന്നിൽ പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കും. അത് ബസ്സായാലും ശരി, പിന്നെ അത് ട്രാൻസ്പോർട്ടായാലും ശരി, മറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും ശരി, എല്ലാതും. നിങ്ങൾ എത്ര ആളുകൾ ഈ 5-10 കൊല്ലമൊക്കെ ഭരിക്കുമ്പോൾ നിങ്ങൾ വിദേശ യാത്ര ചെയ്യുന്നുണ്ട്, അവിടെ നോക്കുകൊണ്ട് ഏറ്റവും നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് ആയിരിക്കും. അതിൻ്റെ താഴെയാണ് അവിടെ പ്രൈവറ്റുകളുള്ളത്. നമ്മളവിടെ നോക്കി, ഒരു മെയിൻ്റനൻസ് വർക്ക് എന്തിനാണുള്ളത്? ഒരു റോഡിനില്ല, ഒരു ട്രാൻസ്പോർട്ട് വകുപ്പില്ല, ഒരു ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കില്ല. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കെട്ടി കഴിഞ്ഞാൽ ആ ബിൽഡിങ് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പരിപാടി നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഒരു ബിൽഡിങ് ഉണ്ടാക്കി ചിലപ്പോൾ അതൊന്ന് ഉദ്ഘാടനം കഴിഞ്ഞാൽ ആ ബിൽഡിങ് മെയിൻറ്റെയിൻ ചെയ്യാൻ ചിലപ്പോൾ 10-20 പണിക്കാരുണ്ടാവും, ലേബേഴ്സ് ഉണ്ടാവും. അവിടെ യൂണിയൻ ഇല്ല. അത് പണിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ വിവരാണ്ട് അറിയും. നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല. ഗവൺമെൻറ്റിൽ ഒരു ജോലി കിട്ടാൻ പടാപ്പാട് പെട്ട് ഒരു ജോലി കിട്ടാൻ ഓൻ പടാപ്പാട് പെടും. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓൻ യൂണിയനായി, സമരമായി, പിന്നെ ഓനക്ക് പ്രശ്നങ്ങൾ, പിന്നെ അത് ജനങ്ങളുടെ ബാധ്യതയാണ്. ഓനെ തീറ്റിപ്പോറ്റി കൊണ്ടടക്കുക. അതിന് കുറേ യൂണിയന്മാരുണ്ടാവും, കുറേ പാർട്ടിയിലുള്ളതും കുറേ അങ്ങനെയുള്ളതും കുറേ അങ്ങനെയുള്ളതൊക്കെ.
നശിപ്പിക്കുക അല്ലേ? എന്ത് ഭരണം, എന്ത് നാടാടോ ഇത്? വല്ലാത്തൊരു അവസ്ഥ. നിങ്ങളൊക്കെ ടൂറ്, ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഈ MLA മന്ത്രിയൊക്കെ ആകുമ്പോൾ എത്ര വിദേശയാത്ര നടത്തുന്നുണ്ട്? അവിടെയൊക്കെ പോയി വരുമ്പോൾ അവിടുത്തെ എന്തെങ്കിലും ഒന്ന്, നമ്മൾ സ്കൂളൊക്കെ പറയില്ല കോപ്പി അടിച്ച് കൊടുത്തിട്ട് അത് നടപ്പിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. ഇവിടുത്തെ റോഡ് നിങ്ങൾ കണ്ടിട്ടില്ല. അവിടുത്തെ റോഡ്, അവിടുത്തെ പിന്നെ ഹോസ്പിറ്റല്, അവിടുത്തെ ഗവൺമെൻറ് ഓഫീസുകൾ നോക്കണ്ടേ, എന്തെല്ലാം ഓരോ വകുപ്പിലുണ്ട്. അങ്ങനെ ഓരോന്ന് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങൾ നോക്കി. നിങ്ങൾ എന്ത് ഡീസൻ്റായിട്ടാണ് അവിടെ ആ കാര്യങ്ങൾ നടന്നു പോണത്. ഇത് കക്കാനായിട്ട്, കട്ടുമുടിക്കാനായിട്ട് ഒരു ടീമുകൾ, അതിന് ഞങ്ങൾ ഒരു നാണും മാനില്ലാതെ ഇന്ന് LDF ആണെങ്കിൽ നാളെ പിന്നെ കോൺഗ്രസ്ക്ക് പോവും, മറ്റന്നാൾ BJPക്ക് പോവും, അവിടുന്ന് ഇങ്ങോട്ട് ലീഗിക്ക് പോരും. ഇതൊന്നും അല്ലാത്ത കുറേ ടീം വേറെയും. എന്താണ് ഇതൊക്കെ? സത്യം പറഞ്ഞത് നാണക്കേടാണ്. ഷെയിം നാണക്കേട്.